നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നെല്ലനാട് എഴുതിയ നോവൽ രാരീരം തുടരുന്നു. മരിയ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൻ്റെ കൂറ്റൻ ഗേറ്റ് കടന്ന് ചിത്രഭാനുവിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ ചെന്ന് നിന്നു. ഡോറുകൾ തുറന്ന് ചിത്രഭാനുവും സ്കൈ ബ്ലൂ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ MD ദക്ഷിണാമൂർത്തിയും പുറത്തിറങ്ങി. സാർ ഇരിക്കൂ, ഞാനൊരു അപ്പോയിൻമെൻറ്റ് വാങ്ങാം. മൂർത്തി റിസപ്ഷനിലേക്ക് പോയി. ചിത്രഭാനു കസേരയിൽ ചെന്നിരുന്നു. മൂർത്തി ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നതും അവൾ അത് കുറിച്ചെടുക്കുന്നതും അയാൾ കണ്ടു. മൂർത്തി പിന്തിരിഞ്ഞപ്പോൾ അവൾ റിസീവർ എടുത്തു. മൂർത്തി അയാൾക്കരികിലേക്ക് വന്നിരുന്നു. 5 മിനിറ്റ് കഴിയും മുൻപേ ഒരു അറ്റൻഡർ അവരുടെ അടുത്തേക്ക് വന്നു. വരൂ സാർ. അവർ എഴുന്നേറ്റു. ലിഫ്റ്റിലൂടെ 2nd ഫ്ലോറിലേക്കാണ് അവരെ കൊണ്ടുപോയത്. കെട്ടിടത്തിൻ്റെ മുൻഭാഗത്തുള്ള മുറിയുടെ മുന്നിൽ അവരെത്തി. ചുവരിൽ ഡോക്ടർ ഫെർണാണ്ടസ് എന്ന ബോർഡുണ്ടായിരുന്നു. അറ്റൻഡർ ഡോർ തുറന്നു കൊടുത്തു. ചിത്രഭാനുവും മൂർത്തിയും അകത്ത് കിടന്നു. ഡോക്ടർ ഫെർണാണ്ടസ് മാത്രമേ മുറിയിലുണ്ടായിരുന്നുള്ളൂ. എഴുന്നേറ്റ് അയാൾ 2 ആൾക്കും കൈ കൊടുത്തു. ഇരിക്കൂ. ഫെർണാണ്ടസിൻ്റെ മുഖത്ത് ലേശം ആകാംക്ഷ കണ്ടു. ഞാൻ ചിത്രഭാനു, ഇദ്ദേഹം ദക്ഷിണാമൂർത്തി. ഇവിടെ സ്കൈ ബ്ലൂ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാ. കമ്പനിയെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. ഫെർണാണ്ടസ് ചിരിച്ചു. എന്താ സാർ വിഷയം? മുഖവുര കൂടാതെ വിഷയത്തിലേക്ക് കടക്കാം. ഈയിടെ നിങ്ങൾക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കോർട്ടിൽ കേസ് ഫയൽ ചെയ്ത അളകയുടെ ഫാദർ ഇൻ ലോയാണ് ഞാൻ, വിശാഖൻ്റെ അച്ഛൻ. ഓ യെസ്. ഡോക്ടർ ഫെർണാണ്ടസ് പ്രത്യേകിച്ച് ഒരു ഭാവഭേദവും കാണിക്കാതെ കസേരയിലേക്ക് ചാരിയിരുന്നു. 8 വർഷത്തെ പ്രാർത്ഥനയ്ക്കും ചികിത്സയ്ക്കും ശേഷമാണ് വിശാഖനും അളകയ്ക്കും ഒരു കുഞ്ഞിനെ കിട്ടുന്നത്, അതും ആർട്ടിഫിഷ്യൽ ഇൻസിമിനേഷനിലൂടെ. ഈ സ്ഥാപനത്തോടും ഡോക്ടർമാരോടുമുള്ള നന്ദി വാക്കുകൾക്കതീതമാണ്. എന്നിട്ടും ഹോസ്പിറ്റലിനും ഡോക്ടർമാർക്കുമെതിരെ അവർ കേസ് കൊടുത്തു. അതിനുള്ള കാരണം താങ്കൾ അറിയണം. ഫെർണാണ്ടസ് പരിഹസിച്ച് ചിരിച്ചു. അറിയാൻ എന്തിരിക്കുന്നു SP സാർ? ആരോ പറഞ്ഞുകൊടുത്ത ഒരു സംശയം. നൊന്തു പ്രസവിച്ച് ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞ് ഭർത്താവിൻ്റേതല്ലെന്ന് സംശയിക്കാൻ ആ സ്ത്രീക്ക് എങ്ങനെ മനസ്സു വന്നു? നന്ദികേടല്ലേ അവർ ഞങ്ങളോട് കാണിച്ചത്? ഫെർണാണ്ടസിൻ്റെ മുഖം ചുവന്നു. ചിലർക്കൊക്കെ ഒരു ധാരണയുണ്ട്, സദാചാര വിരുദ്ധമായ എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് എന്ന്. മാധ്യമങ്ങൾക്ക് എന്തൊരാവേശമായിരുന്നു! ഈ സംഭവത്തോടെ എല്ലാവരുടെയും നാവടഞ്ഞു. ഞങ്ങൾക്കുണ്ടായ അപകീർത്തിക്കെതിരെ തുടർ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ടു പോവുകയാണ്. അതിൽ നിന്ന് പിൻവാങ്ങാനുള്ള ആവശ്യവുമായാണ് താങ്കൾ വന്നതെങ്കിൽ ആദ്യമേ തീർത്തു പറയട്ടെ. സോറി സർ. തുടർന്ന് സംസാരിക്കാൻ താൽപ്പര്യമില്ലാതെ ഡോക്ടർ ഫെർണാണ്ടസ് പറഞ്ഞു നിർത്തി. കേസിന് പോകരുതെന്ന് ഞാൻ പറയില്ല ഡോക്ടർ. അതിനൊരു റിക്വസ്റ്റുമായുമല്ല ഞങ്ങൾ വന്നത്. പിന്നെ എന്തിനെന്ന ചോദ്യത്തോടെ ഫെർണാണ്ടസ് ചിത്രഭാനുവിനെ നോക്കി. വെറുമൊരു സംശയത്തിൻ്റെ പേരിൽ എൻ്റെ മക്കൾ നിങ്ങളുടെ സ്ഥാപനത്തിനു മേൽ ചെളി വാരിയെറിയില്ല. അവരെ തെറ്റിദ്ധരിപ്പിച്ചതും മുതലെടുപ്പ് നടത്തിയതും നിങ്ങളുടെ ചേരിയിലുള്ള ഒരാളാണ്, ഡോക്ടർ ക്രിസ്റ്റഫർ കളത്തിൽ. ഫെർണാണ്ടസ് പുച്ഛത്തോടെ ചിരിച്ചു. ഡോക്ടർ ക്രിസ്റ്റഫറോ? അയാൾ ആരാണെന്ന് നിങ്ങൾക്കറിയാവോ? സ്റ്റേറ്റ്സിൽ നിന്ന് ആളുകൾ മോഹിപ്പിക്കുന്ന ഓഫറുമായി പിന്നാലെ നടക്കുന്ന മിടുമിടുക്കനായൊരു ഡോക്ടറാണ്. ചിത്രഭാനു മൂർത്തിയെ നോക്കി ചിരിച്ചു. മിസ്റ്റർ മൂർത്തി തന്നെ പറഞ്ഞു കൊടുക്ക്. മൂർത്തി സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു കഥ പറയും പോലെ സംസാരിക്കാൻ തുടങ്ങി. സംഭവിച്ചതൊന്നും അയാൾ വിട്ടുകളഞ്ഞില്ല. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഫെർണാണ്ടസ് മിഴിച്ചിരുന്നു പോയി. നിങ്ങൾ ഈ പറയുന്നതൊക്കെ 100% നേര്. സംശയമുണ്ടെങ്കിൽ ക്രിസ്റ്റഫറോട് തന്നെ ചോദിച്ചു നോക്കാം. വിശാഖൻ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് അന്വേഷിക്കുകയുമാവാം. ഡോക്ടർ ക്രിസ്റ്റഫർ കോടതി വിധി വന്ന ദിവസം തന്നെ റെസിഗ്നേഷൻ ലെറ്റർ തന്നു. അടുത്ത മാസം സ്റ്റേറ്റ്സിലേക്ക് മടങ്ങിപ്പോകാനിരിക്കുകയാണ് അയാൾ. പകപ്പ് വിടാതെ ഫെർണാണ്ടസ് പറഞ്ഞു. 2 കുടുംബങ്ങളാണ് അവൻ തകർത്ത് തരിപ്പണമാക്കിയത്. ഋഷി എൻ്റെ സ്ഥാപനത്തിലെ ഏറ്റവും മിടുക്കനായ എഞ്ചിനീയറായിരുന്നു. അയാൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നുപോലും ഞങ്ങൾക്കുറപ്പില്ല. ഋഷിയുടെ കുഞ്ഞും കൈമറിഞ്ഞുപോയി. ഋഷിയുടെ ഭാര്യയെ പണത്തിനു വേണ്ടി ക്രിസ്റ്റഫർ സ്വന്തമാക്കി. ഇപ്പോഴിതാ അവൻ്റെ ശരിക്കുമുള്ള ഭാര്യയും കുഞ്ഞും രംഗത്ത് വന്നിരിക്കുന്നു. മൂർത്തി ഉപസംഹരിച്ചു. മൈ ഗോഡ്! ഫെർണാണ്ടസ് പതിയെ ഉച്ചരിച്ചു. അങ്ങനെയൊരു കേസിന് അളക പോകാതിരുന്നെങ്കിൽ എന്താകുമായിരുന്നു വിധി? ആ കുഞ്ഞിൻ്റെ ഭാവി ഡോക്ടർ ഒന്ന് ഓർത്തു നോക്കൂ.
പരിഹാസം മാത്രമേറ്റ് ജീവിക്കേണ്ടി വരുന്ന നിരപരാധിയായ ഒരു പെണ്ണിൻ്റെ അവസ്ഥ താങ്കൾക്ക് ഊഹിക്കാവുന്നതല്ലേ? ചിത്രഭാനു വേദനയോടെ ഫെർണാണ്ടസിനെ നോക്കി. കൈവിരലുകൾ പിണച്ച് താടിക്കു കൊടുത്ത് ഫെർണാണ്ടസ് നിശബ്ദനായി ഇരുന്നു. താങ്കൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടാൽ നിറഞ്ഞ മനസ്സോടെ അത് തരാൻ വിശാഖൻ തയ്യാറാണ്. അവൻ്റെ അറിവോടെയല്ല ഞങ്ങൾ വന്നത്. അവനെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്ന ധനത്തെക്കാൾ വില പിടിച്ചതാണ് അവർക്ക് തിരിച്ചു കിട്ടിയത്, ചിത്രഭാനു പറഞ്ഞു. മൂർത്തി കസേരയിൽ നിന്ന് നീങ്ങി വന്ന് മേശയിൽ കൈവച്ചു. ഹോസ്പിറ്റലിനുണ്ടായ അപകീർത്തി തീർത്തു തന്നാൽ പോരെ? എല്ലാ ന്യൂസ് പേപ്പറിലും അളകയുടേതായി ഒരു ക്ഷമാപണം പ്രസിദ്ധീകരിക്കാം. ഞാനൊന്ന് ആലോചിക്കട്ടെ. അനുഭാവപൂർവമായിരുന്നു ഫെർണാണ്ടസിൻ്റെ മറുപടി. ഞങ്ങൾ പോകുന്നു. ഇത്രയും കാര്യങ്ങൾ താങ്കൾ അറിഞ്ഞിരിക്കണമെന്ന് കരുതിയാണ് വന്നത്. തീരുമാനം താങ്കൾക്കെടുക്കാം. അരുതെന്ന് പറയാനുള്ള അർഹത ഞങ്ങൾക്കില്ല. ചിത്രഭാനു ഫെർണാണ്ടസിന് കൈ കൊടുത്തു. ലിഫ്റ്റിൽ വെച്ച് ചിത്രഭാനു ചോദിച്ചു, അയാൾ പിന്തിരിയും അല്ലേ മൂർത്തി? ഷുവർ. പക്ഷേ ആ സ്കൗണ്ട്രൽ ഒരു പോറലുമില്ലാതെ രക്ഷപ്പെടുകയാണല്ലോ സർ. മൂർത്തിയുടെ സ്വരത്തിൽ രോഷം തിളച്ചു. ചിത്രഭാനു അമർത്തി മൂളുക മാത്രം ചെയ്തു. ദീനാമ കടുത്തുരുത്തിയിൽ വണ്ടി ഇറങ്ങിയപ്പോൾ സമയം 6:30. പാപ്പി ഒളിച്ചു താമസിക്കുന്ന വീട് അവർക്കറിയാം. ശിവക്ഷേത്രത്തിലേക്കുള്ള റോഡിലൂടെ 200 മീറ്റർ പോയാൽ അറയ്ക്കൽക്കാരുടെ ആ വീട്ടിലെത്താം. അറയ്ക്കൽ പണിക്ക് നിന്നപ്പോൾ വീട് അടിച്ചുവാരാൻ അവരവിടെ പലതവണ പോയിട്ടുണ്ട്. ഗേറ്റ് തുറന്ന് ദീനാമ മുറ്റത്തേക്ക് കയറിച്ചെന്നു. ആരും ഉറക്കമേണീറ്റിട്ടില്ല എന്ന് തോന്നി. ബെല്ലടിച്ചിട്ടും ആരും വാതിൽ തുറന്നില്ല. പാപ്പി, ഇത് ഞാനാ ദീനാമ. വാതിലിൽ മുഖം വെച്ച് അവർ വിളിച്ചു. കതക് തുറക്കുന്ന ശബ്ദം കേട്ടു. പകച്ച മുഖവുമായി വാതിൽക്കൽ പാപ്പി പ്രത്യക്ഷപ്പെട്ടു. എന്നതാ ചേട്ടത്തി രാവിലെ? പേടിക്കാനൊന്നുമില്ല. ദീനാമ അകത്തേക്ക് കയറി. പാപ്പി വാതിലടച്ചു. ഇവിടെ നിന്നെ കൂടാതെ ആരാ ഉള്ളത്? ഇപ്പോൾ ആരുമില്ല. എന്നെ തേടി ഇപ്പോഴും പോലീസ് വരുന്നുണ്ടോ ചേട്ടത്തി? ഉത്കണ്ഠയോടെ അയാൾ ചോദിച്ചു. ആ. പാപ്പിയുടെ കണ്ണിൽ ഭയം ഓളം വെട്ടി. എന്നാ കുറ്റമാ ഞാൻ ചെയ്തതെന്ന് ഒരു പിടിയുമില്ല. ഇവിടെ വന്ന് ഒളിച്ചു താമസിക്കാൻ സാജൻ കുഞ്ഞു പറഞ്ഞിട്ട് പോന്നതാ. ദിവസം എത്രയായെന്നോ? നീ കുറ്റമൊന്നും ചെയ്തിട്ടില്ല. അവര് ചെയ്ത വലിയ കുറ്റം മറച്ചു വെക്കാനാ നിന്നെ അവിടെ നിന്ന് ഓടിച്ചത്. ശിശിരക്കൊച്ചിൻ്റെ കുഞ്ഞിനെ അവരെല്ലാം കൂടി കറിയയ്ക്ക് പിടിച്ചു കൊടുത്തു. പോലീസ് അന്വേഷണം വന്നപ്പോൾ വലിയ മുതലാളി കുഞ്ഞിനെ മറ്റെവിടെയോ കൊണ്ടുവിട്ടെന്ന് അവർ കള്ളം പറഞ്ഞു. നിന്നെ പിടിച്ചാൽ കുഞ്ഞിൻ്റെ വിവരം കിട്ടുമെന്ന് കരുതിയാ നിന്നെ തേടി പോലീസ് നടക്കുന്നത്. പാപ്പി വാ പിളർന്ന് നിന്നു. അയാൾ സംഭവങ്ങൾ ഒന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോ എൻ്റെ പേരിൽ കുറ്റമില്ലേ? ഇല്ലെന്നു മാത്രമല്ല, നീ പുറത്തു വന്ന് സത്യം പറഞ്ഞാൽ കള്ളം പറഞ്ഞ പാപ്പച്ചൻ മുതലാളി മുതൽ സാജൻ കുഞ്ഞു വരെ കുടുങ്ങും. അതെന്നതായാലും നമുക്ക് ആ കുഞ്ഞിനെ രക്ഷിക്കണം പാപ്പി. വലിയ മുതലാളിക്ക് കുഞ്ഞെന്ന് വെച്ചാൽ ജീവനായിരുന്നു. മുതലാളി മരിച്ചു കിടന്നപ്പോഴാ കറിയയുടെ ആളുകൾ അതിനെ പിടിച്ചുകൊണ്ടുപോയത്. ഏതോ മാറവാടിക്ക് വിറ്റെന്നാ പാപ്പച്ചൻ മുതലാളി സംശയിക്കുന്നത്. എൻ്റെ ഈശോയെ! മെലിഞ്ഞ നെഞ്ചിൽ കൂട്ടിൽ പാപ്പി കൈവച്ചു. ദീനാമ സെറ്റിയിൽ ഇരുന്നു. വലിയ മുതലാളി ശിശിരക്കൊച്ചിൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അതെല്ലാം പാഴായി. ആ ഡോക്ടർ ചതിയനാണത്രേ. അയാൾക്ക് വേറെ ഭാര്യയും കുഞ്ഞുമുണ്ടെന്ന് കേൾക്കുന്നു. ഇതൊക്കെ അറിഞ്ഞ് ചങ്കുപൊട്ടിയ അദ്ദേഹം മരിച്ചത്. ഇപ്പോൾ മകളും അദ്ദേഹത്തെ ശപിക്കുക. മുതലാളിയുടെ ആത്മാവ് സ്വർഗത്തിൽ നിന്ന് തേങ്ങുന്നുണ്ടാവും. സംഭവിച്ചതൊക്കെ നമുക്ക് ശിശിരക്കൊച്ചിനോട് ചെന്ന് കണ്ട് പറയാം. മുതലാളി നിരപരാധിയാണെന്ന് ആ കൊച്ച് അറിയട്ടെ. അതിൻ്റെ കുഞ്ഞിനെ എങ്ങനെയും കണ്ടുപിടിച്ചോളും. അതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല, വേദനയോടെ പാപ്പി പറഞ്ഞു. വെളുപ്പിന് ആരോടും പറയാതെ ഞാൻ ഇറങ്ങി വന്നത് തിരുവനന്തപുരത്തേക്കുള്ള വഴി അറിയാഞ്ഞിട്ടാ. നീ എൻ്റെ കൂടെ വരണം. പ്രതീക്ഷയോടെ ദീനാമ അയാളെ നോക്കി. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിക്കോട്ടെ. അയാൾ വേഗം അകത്തേക്ക് പോയി. 5 മിനിറ്റ് ഡ്രസ് ചെയ്യാൻ പാപ്പി എടുത്തുള്ളൂ. ബസ്സിലാണ് അവർ തിരുവനന്തപുരത്തേക്ക് തിരിച്ചത്. PMGയിലെത്താൻ 5 മണിക്കൂർ എടുത്തു. അവിടെ നിന്ന് സിറ്റി ബസ്സിൽ കയറി പേരൂർക്കടയിൽ ഇറങ്ങി. ദീനാമ നന്നെ തളർന്നു പോയിരുന്നു. ഒരു ഓട്ടോയിൽ അവർ ഇന്ദിരാനഗറിലേക്ക് പോയി. സുഹൃത്തത്തിന് 2 വീടിനപ്പുറം എത്തിയപ്പോൾ വണ്ടി നിർത്താൻ പാപ്പി ആവശ്യപ്പെട്ടു.
ഓട്ടോ വിട്ട ശേഷം പാപ്പി നിന്നു. ചേടത്തി ഇവിടെ നിന്നോ? ഡോക്ടർ വീട്ടിലുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് വരാം. അയാൾ സുഹൃത്തത്തിൻ്റെ ഗേറ്റിന് മുന്നിൽ ചെന്ന് നോക്കിയപ്പോൾ ക്രിസ്റ്റഫറിൻ്റെ കാർ പോർച്ചിൽ കണ്ടില്ല. കൈ കാട്ടി ദീനാമയെ വിളിച്ച് ഗേറ്റ് തുറന്ന് രണ്ടുപേരും അകത്തേക്ക് കയറി. പാപ്പി കോളിംഗ് ബെല്ലിൽ വിരലമർത്തി. ആ അമേരിക്കക്കാരിയുണ്ടേൽ നമ്മൾ ആരാണെന്ന് പറയണ്ട, ദീനാമ പതുക്കെ പറഞ്ഞു. വാതിൽ തുറന്നത് ജോലിക്കാരനായിരുന്നു. അവൻ പാപ്പിയെ മനസ്സിലാക്കിയെന്ന് മുഖത്തു നിന്ന് വ്യക്തമായി. വന്നാട്ടെ. പാപ്പിയും ദീനാമയും ഉള്ളിൽ പ്രവേശിച്ചു. ഡോക്ടർ ഇല്ലേ? പാപ്പി ചോദിച്ചു. അവര് പുറത്തുപോയി. ചേച്ചി മുകളിലുണ്ട്. അവൻ സ്റ്റെയർ കേസിൻ്റെ ചുവട്ടിൽ ചെന്നിട്ട് വിളിച്ചു. ചേച്ചി. മുറിയിലിരുന്ന ശിശിര അത് കേട്ടു. നാട്ടീന്ന് ആള് വന്നിട്ടുണ്ട്. ശിശിര വേഗം എഴുന്നേറ്റു. നാട്ടിൽ നിന്ന് തന്നെ കാണാൻ ആരാണ് വരാനുള്ളത്? അവൾ സ്റ്റെപ്പുകൾ പകുതി താണ്ടിയപ്പോൾ കണ്ടു. ദൈവം കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് പോലെ ഡ്രൈവർ പാപ്പി നിൽക്കുന്നു. ശിശിര പടികൾ ഓടിയിറങ്ങി. ദീനാമയെയും അവൾ കണ്ടു. പാപ്പിയുടെ നേരെ അവൾ ഓടിച്ചെന്നു. എൻ്റെ കുഞ്ഞിനെ അപ്പച്ചൻ എവിടെയാ കൊണ്ടുവിട്ടതെന്ന് പാപ്പിച്ചേട്ടൻ അറിയാം, എന്നോടത് പറ. ശിശിര വിതുമ്പി തുടങ്ങിയിരുന്നു. കുഞ്ഞിനെ മുതലാളി ഒരിടത്തും കൊണ്ടുവിട്ടിട്ടില്ല, പാപ്പി പറഞ്ഞു. ശിശിരയുടെ മുഖം ചുവന്നു. പച്ചക്കള്ളം. ഇത് പറഞ്ഞ് വിശ്വസിപ്പിക്കാനാണോ നിങ്ങൾ വന്നത്? ആരാ നിങ്ങളെ പറഞ്ഞു വിട്ടത്? ശിശിര ആക്രോശിച്ചു. ദീനാമ്മ മുന്നിലേക്ക് വന്നു. വിശ്വസിക്കണം കൊച്ചേ, പാപ്പി പറയുന്നത് പരമാർത്ഥമാണ്. വലിയ മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. ശിശിരക്കൊച്ച് വിശ്വസിച്ചിരിക്കുന്നതൊന്നും ശരിയല്ല. സത്യം തുറന്നു പറയാനാ ഞങ്ങൾ വന്നത്. ശിശിര രണ്ടുപേരെയും വിശ്വാസം വരാതെ മാറി മാറി നോക്കി. ഇന്ത്യവരത്തിൻ്റെ മുകളിലെ സിറ്റൗട്ടിൽ ഇരുന്ന് വിശാഖൻ ഗേറ്റിനു മുന്നിൽ ഓട്ടോയിൽ വന്നിറങ്ങിയ ശിശിരയെ കണ്ടു. അവൾക്കൊപ്പം രണ്ട് അപരിചിതരെ കൂടി അയാൾ കണ്ടു. ഒരു പുരുഷനും സ്ത്രീയും. ശിശിര ഓടി വരുന്നത് കണ്ടപ്പോൾ ഗൗരവമായ എന്തോ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി. അയാൾ വേഗം താഴെ വന്ന് വാതിൽ തുറന്നപ്പോൾ ശിശിര സിറ്റൗട്ടിൽ കയറിയിരുന്നു. ഉദ്വേഗഭരിതമായിരുന്നു അവളുടെ മുഖം. എന്താ ശിശിരേ? ആകാംക്ഷയോടെ അയാൾ ആരാഞ്ഞു. ഞാൻ കരുതിയതുപോലെയല്ല കാര്യങ്ങൾ. അപ്പച്ചൻ നിരപരാധിയാ. എൻ്റെ മോളെ ആലിങ്കൽ നിന്ന് കടത്തിക്കൊണ്ടുപോയത് ആ ചെകുത്താനാ. ഒറ്റ വീർപ്പിൽ ശിശിര പറഞ്ഞു. എന്തെങ്കിലും സൂചന കിട്ടിയോ? ഇവർ പറയും ഇത് ആലിങ്കലെ അടുക്കളപ്പണിക്കാരി ദീനാമ ചേടത്തിയാ. അത് നമ്മൾ അന്വേഷിക്കുന്ന ഡ്രൈവർ പാപ്പി. വിശാഖൻ്റെ മനസ്സിൽ ഒരു കടലിരമ്പി. അയാൾ രണ്ടുപേരെയും നോക്കി. പാപ്പി 40 വയസ്സ് വരുന്ന മെലിഞ്ഞ മനുഷ്യനാണ്. കോലൻ മുടി അശ്രദ്ധമായി വളർന്നു കിടപ്പുണ്ട്. ഷേവ് ചെയ്യാത്ത മുഖം. എവിടെയായിരുന്നു താൻ ഇതുവരെ? ഞങ്ങളുടെ കുഞ്ഞ് എവിടെയുണ്ടോ? വിശാഖൻ കയർത്തുകൊണ്ട് അയാളുടെ നേരെ ചെന്നു. പാപ്പി ഒന്ന് പതറി. അയാൾ നിരപരാധിയാണ്. എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോയത് കറിയയാ. എൻ്റെ കൂടപ്പിറപ്പും അതിന് കൂട്ടുനിന്നു. എന്നിട്ട് അപ്പച്ചൻ്റെ തലയിൽ കുറ്റം ചുമത്തി. സത്യം പുറത്തു വരാതിരിക്കാനാ പാപ്പിച്ചേട്ടനെ ഒളിവിൽ വിട്ടത്. ഈശ്വരാ. വാതിൽക്കൽ വന്ന അളക നടുക്കത്തോടെ ശബ്ദിച്ചു. എന്താ സംഭവിച്ചത്? വിശാഖൻ ചോദിച്ചു. ശിശിര വിങ്ങിയും വിതുമ്പിയും ചുരുക്കി വിവരിച്ചു. ഞാൻ അന്നേ പറഞ്ഞില്ലേ, നന്തൂട്ടിയുടെ തിരോധാനത്തിന് പിന്നിൽ അവൻ്റെയോ കറിയയുടെയോ കൈയുണ്ടെന്ന്. നീ അത് വിശ്വസിച്ചില്ല. വിശാഖൻ പല്ലുറുമ്മി. എത്രയും വേഗം പോലീസിൽ വിവരമറിയിക്കണം. അളക തിടുക്കപ്പെട്ടു. വിശാഖൻ പെട്ടെന്ന് കൈയെടുത്ത് വിലക്കി. അത് അപകടമാണ്. പോലീസ് ആദ്യം ജോസ് എന്ന് പറഞ്ഞവനെ തേടിപ്പോകും. അവനെ പിടികൂടിയാലും ഇല്ലെങ്കിലും കറിയ കുഞ്ഞിനെ ഇപ്പോഴുള്ള സ്ഥലത്ത് നിന്ന് മാറ്റിക്കളയും. അതെ സാറേ, പോലീസ് ഇടിച്ചു പിഴിഞ്ഞാലും ജോസ് സത്യം പറയില്ല. കറിയ അവനെ പുറത്തിറക്കും, പാപ്പി പറഞ്ഞു. വിശാഖൻ അയാളെ നോക്കി. നിങ്ങൾക്കെൻ്റെ കൂടെ വരാമോ? ഞാൻ വരാം സാറേ. ദീനാമച്ചേടത്തേക്ക് ഉടനെ തിരിച്ചു പോവാനാവില്ല. കുഞ്ഞിനെ കണ്ടുപിടിക്കുന്നതുവരെ അവർക്കൊരിടം നൽകണം. ചേടത്തി ഇവിടെ നിന്നോട്ടെ, അളക പറഞ്ഞു. ഞാനും വരുന്നു വിശാഖ. ശിശിര തിടുക്കപ്പെട്ടു. തൽക്കാലം ശിശിര ക്രിസ്റ്റിയുടെ വീട്ടിൽ തന്നെ വേണം. നമ്മുടെ നീക്കങ്ങളൊന്നും അവനറിയരുത്, വിശാഖൻ പറഞ്ഞു. നമ്മൾ പിടികൂടേണ്ടത് തീക്കോയി ജോസിനെയാ. അവൻ ചില്ലറക്കാരനല്ല സാറേ, പാപ്പി തെല്ല് ഉത്കണ്ഠയോടെ ഓർമ്മിപ്പിച്ചു.
വിശാഖൻ മെല്ലെ തലയാട്ടി. ഒരാളെ കൂടി നമുക്ക് കൂട്ടാം. അയാൾ വേഗം മുകളിലേക്ക് പോയി. വിശാഖൻ ആദ്യം വിളിച്ചത് പുള്ളുവേലായുധനെയായിരുന്നു. പിന്നീട് മൂർത്തിയെ വിളിച്ച് ഒരു ക്വാളിസ് കാർ ചോദിച്ചു. കമ്പനിയിൽ നിന്ന് വണ്ടി എടുത്തുകൊള്ളാൻ മൂർത്തി അനുവാദം കൊടുത്തു. വിശാഖനും പാപ്പിയും കൺസ്ട്രക്ഷൻ കമ്പനിയിൽ ചെന്ന് നീല നിറമുള്ള ക്വാളിസ് എടുത്തു. വിശാഖൻ കാറിൻ്റെ കീ പാപ്പിയെ ഏൽപ്പിച്ചു. അവർ വെള്ളയമ്പലം റൗണ്ട് തിരിഞ്ഞ് കെൽട്രോണിന് സമീപമുള്ള ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ കാർ നിർത്താൻ വിശാഖൻ ആവശ്യപ്പെട്ടു. ഒരാൾ എയർ ബാഗുമായി കാറിനടുത്തേക്ക് ഓടി വന്നു. പുള്ളുവേലായുധൻ, മുന്നിൽ കയറ്. പിൻസീറ്റിലിരുന്ന് വിശാഖൻ പറഞ്ഞു. പുള്ള് ഡോർ വലിച്ചു തുറന്ന് മുന്നിൽ കയറി. ബാഗ് താഴെ വെച്ചപ്പോൾ ലോഹങ്ങൾ ചിലമ്പി. പാപ്പി ഒന്ന് പകച്ചു. വേലായുധൻ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന പാപ്പിയെ നോക്കി. പാപ്പി കോട്ടയത്തുകാരനാ, നമുക്ക് പോകേണ്ട റൂട്ടുകൾ കൃത്യമായി ചേട്ടൻ അറിയാം. വിശാഖൻ പരിചയപ്പെടുത്തി. ഞാൻ വേലായുധൻ. അയാൾ നീട്ടിയ കൈ പിടിച്ചപ്പോൾ എല്ലുകൾ നുറുങ്ങുന്ന വേദന പാപ്പിക്കുണ്ടായി. 45 വയസ്സ് വരും അയാൾക്ക്. കഷണ്ടി ആക്രമിച്ച ശിരസ്, ഇരുമ്പുലക്കയിൽ രോമങ്ങൾ പറ്റിപ്പിടിച്ചതുപോലെയുള്ള കൈകൾ, കീഴ്പോട്ടിറക്കി വെച്ച മീശ. എന്നാ പിന്നെ വിട് അച്ചായ. പാപ്പി ഫസ്റ്റ് ഗിയറിലിട്ടു. സാറിനെ പറ്റിയുള്ള വാർത്തകൾ പത്രങ്ങളിലൊക്കെ വായിച്ചു. പുള്ള് തിരിഞ്ഞിരുന്ന് ക്ഷമാപണത്തോടെ പറഞ്ഞു. അന്നത് ചീറ്റിപ്പോയി സാറേ. മുൻപ് ക്രിസ്റ്റഫറെ വണ്ടിയിടിച്ച് കൊന്നുകളയാൻ പോയ കാര്യമാണ് പുള്ള് സൂചിപ്പിച്ചത് എന്ന് വിശാഖന് മനസ്സിലായി. അവന് ദൈവം ആയുസ് കൂട്ടിക്കൊടുത്തു. ചെയ്തു കൂട്ടാൻ പാപകർമ്മങ്ങൾ വേറെയും. മൂർച്ചയുള്ള സ്വരത്തിൽ വിശാഖൻ പറഞ്ഞു. പാപ്പി വണ്ടിയുടെ വേഗത കൂട്ടി. യാത്രയുടെ ലക്ഷ്യം വിശാഖൻ പുള്ളിനെ ധരിപ്പിച്ചു. രാത്രി 7 മണിയോടെ അവർ കോട്ടയത്തെത്തി. ഇനി എന്നതാ സാറേ വേണ്ടത്? പാപ്പി വണ്ടി ഒതുക്കി നിർത്തി. ചിന്നം ഭിന്നം മഴ പെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. തീക്കോയ് ജോസ് എവിടെയുണ്ടെന്ന് അറിയാൻ വല്ല വഴിയുമുണ്ടോ? ഒന്നുകിൽ ജോസ് കുറുപ്പന്തറ കാണും, അല്ലെങ്കിൽ പീരുമേട് തോട്ടത്തിൽ. തോട്ടത്തിലുണ്ടോ എന്നറിയാൻ ഒരു വഴിയുണ്ട്. ബംഗ്ലാവ് സൂക്ഷിപ്പുകാരൻ ലോനപ്പൻ എൻ്റെ ദോസ്താ. അടുത്ത കാലം വരെ ആലിങ്കല വകയായിരുന്നല്ലോ തോട്ടം. സാറ് ഈ നമ്പർ ഒന്ന് കുത്തിയേ. പാപ്പി പറഞ്ഞ നമ്പർ വിശാഖൻ മൊബൈൽ ഫോണിൽ കുത്തി. മറുവശത്ത് ബെല്ലടിച്ചപ്പോൾ സ്പീക്കർ ഓൺ ചെയ്ത് ഫോൺ പാപ്പിക്ക് കൊടുത്തു. ആരാ? പരുക്കൻ സ്വരം വന്നു. ലോനപ്പന് കൊടുക്കാവോ? ഞാൻ അവൻ്റെ ചേട്ടായിയാ. ലോനപ്പ എന്ന് നീട്ടിയുള്ള വിളി കേട്ടു. കുറെ കഴിഞ്ഞപ്പോൾ ലോനപ്പൻ്റെ സ്വരം വന്നു. ഹലോ, പാപ്പിയാണ്. ആരാ ആദ്യം ഫോൺ എടുത്തത്? അത് ജോസാ. നീ എവിടെയാടാ കൂവേ? പാപ്പച്ചൻ മുതലാളിയുടെ കൂടെയാ. ജോസ് മാത്രമേ ഉള്ളോ? ആ, വളമിടാൻ വന്നതാ. മുടിഞ്ഞ മഴ കാരണം ഒന്നും നടന്നില്ല. പാപ്പി ഫോൺ തിരിച്ചു കൊടുത്തു. വിശാഖൻ കോൾ കട്ട് ചെയ്തു. പീരുമേടിന് ഇവിടുന്ന് എത്ര ദൂരം വരും പാപ്പിച്ചേട്ടാ? 79. അതൊരു ദൂരമാണോ? ഏറിയാൽ 2-3 മണിക്കൂർ. വണ്ടിയെടുക്കച്ചായ. പുള്ള് പാപ്പിയുടെ തോളിൽ തട്ടി. ഞാൻ റെഡി. എത്ര മഴ പെയ്താലും എനിക്ക് നല്ല നിശ്ചയമാ. ആഴ്ചയിൽ 1-2 ദിവസം വെച്ച് ഞാൻ ഓടിയിരുന്ന റോഡാ. ഇടയ്ക്കിടെ കനത്ത മഴ പെയ്തു. ദുർഘടമായ റോഡും മഴയും പാപ്പിയെപ്പോലും കുഴക്കിക്കളഞ്ഞു. കയറ്റം കയറുമ്പോൾ ഉരുൾപൊട്ടി വരുന്നതുപോലെ മഴവെള്ളം റോഡിലൂടെ അരുവിയായി കുതിച്ചു വരുന്നുണ്ടായിരുന്നു. ഒരുവിധം വണ്ടി ബംഗ്ലാവിൻ്റെ പോർച്ചിൽ ചെന്ന് നിന്നു. മഴവെള്ളം ഒലിച്ചിറങ്ങുന്ന ഗ്ലാസ്സിലൂടെ നോക്കിയിട്ട് വിശാഖനൊന്നും വ്യക്തമായില്ല. അവർ ഡോർ തുറന്നിറങ്ങി. മഴ തകർത്ത് പെയ്യുകയാണ്. തണുപ്പ് ഞരമ്പുകളെ കോച്ചി വലിച്ചു. വാതിലിൻ്റെയും ജനലിൻ്റെയും ചില്ലിലൂടെ മഞ്ഞവെട്ടം പുറത്ത് കാണാം. അച്ചായൻ കുറച്ചു നേരം വണ്ടിയിലിരിക്കെ, പുള്ള് പറഞ്ഞു. വിശാഖൻ പുറത്തെ ബൾബിൻ്റെ പ്രകാശത്തിൽ കോളിംഗ് ബെൽ കണ്ടുപിടിച്ച് ബെല്ലടിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ഹാഫ് ഡോർ തുറക്കപ്പെട്ടു. ചുവന്ന ബനിയനിട്ട ഒരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു. പറ്റ വെട്ടിയ തലമുടി, ചുണ്ടിൽ എരിയുന്ന സിഗരറ്റ്. കഞ്ചാവിൻ്റെ ഗന്ധം പുള്ളു പിടിച്ചെടുത്തു. നിങ്ങളാരാ? 2 പേരെയും അവൻ തറപ്പിച്ചു നോക്കി. പോർച്ചിൽ കിടന്ന ക്വാളിസിലും നോക്കി. ഡോക്ടർ ക്രിസ്റ്റഫറിൻ്റെ സുഹൃത്താ ഞാൻ. തിരുവനന്തപുരത്ത് നിന്ന് വരികയാണ്. ഇവിടെ ഒരു തോട്ടം നോക്കാൻ വന്നതാ. ക്രിസ്റ്റി പറഞ്ഞിട്ടാ രാത്രി ഇങ്ങോട്ട് പോന്നത്. ജോസ് അല്ലേ നിങ്ങൾ?
അവൻ തല കുലുക്കി. വിശാഖൻ വിറയൽ ഭാവിച്ചു. അകത്തോട്ടു വാ. അവൻ താഴത്തെ പാളി തുറന്നുകൊടുത്തു. വിശാഖനും ചുമലിൽ തൂക്കിയ ബാഗുമായി പുള്ളും അകത്ത് കടന്നു. വിശാഖൻ വാതിൽ ചാരി. എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ? ജോസ് സംശയിച്ചു. ക്രിസ്റ്റിയുടെ അപ്പച്ചനോടൊന്ന് വിളിച്ച് ചോദിക്കേ. സിഗരറ്റ് കളഞ്ഞിട്ട് അവൻ ചെന്ന് ടീപ്പോയിലിരുന്ന ഫോണിൽ നിന്ന് റിസീവർ കുനിഞ്ഞ് എടുത്തു. വിശാഖൻ പുള്ളിന് കണ്ണുകൾ കൊണ്ട് ഒരാംഗ്യം കൊടുത്തു. കുനിഞ്ഞു നിന്ന് നമ്പർ ഡയൽ ചെയ്ത ജോസിൻ്റെ പിന്നിൽ പുള്ള് ആഞ്ഞു തൊഴിച്ചു. റോക്കറ്റ് പോലെ ജോസ് പാഞ്ഞു ചെന്ന് TV സ്റ്റാൻഡിനുള്ളിൽ ഇടിച്ചു കയറി. തലയൂരാൻ ശ്രമിക്കുന്നതിനിടയിൽ അവനും സ്റ്റാൻഡും TVയും താഴെ വീണു. പുള്ള് ജോസിനെ പുറത്ത് വലിച്ചിട്ടു. അവൻ എഴുന്നേൽക്കുന്നതിന് മുൻപേ മുതുകിൽ കാൽമുട്ടൂന്നി കൈകൾ പിന്നിൽ പിടിച്ചു വെച്ചു. വിടടാ, ജോസ് അലറി. ബാഗീന്ന് കയറെടുക്ക് സാറേ. വിശാഖൻ പുള്ളിൻ്റെ ബാഗ് തുറന്ന് പ്ലാസ്റ്റിക് ചരടെടുത്തു. വിശാഖൻ തന്നെ ജോസിൻ്റെ കൈകൾ കൂട്ടിക്കെട്ടി. വാതിൽ തള്ളി തുറന്ന് പാപ്പി അകത്തേക്ക് വന്നു. അയാൾ ആശ്ചര്യപ്പെട്ടു പോയി. കെട്ടഴിച്ചു വിടടാ. എടാ ലോനപ്പാ. നിലത്ത് കിടന്ന് പിടച്ച ജോസ് അലറി വിളിച്ചു. അതിനിടയിൽ അവൻ പാപ്പിയെ തിരിച്ചറിഞ്ഞു. ബഹളം കേട്ട് ലോനപ്പൻ ഓടി വന്നു. അയാൾ ഞെട്ടി വിറച്ചുപോയി. പേടിക്കണ്ട ലോനപ്പാ, പാപ്പി വിളിച്ചു പറഞ്ഞു. അയ്യോ, എന്നതാടാ പാപ്പി? ആരാ ഇവരൊക്കെ? കരയും പോലെ അയാൾ ചോദിച്ചു. പാപ്പി മണം പിടിച്ചു. ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്. കാട്ടിറച്ചിയുടെ മണം വരുന്നുണ്ടല്ലോ. ലോനപ്പൻ വാ, കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. പാപ്പി ലോനപ്പനെ ബലമായി പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ആരാടാ നീയൊക്കെ? ആണത്തമുണ്ടെങ്കിൽ അഴിച്ചുവിടടാ പട്ടികളെ, ജോസ് ആക്രോശിച്ചു. അവനെ എടുത്ത് കസേരയിലിരുത്ത് വേലായുധ, വിശാഖൻ പറഞ്ഞു. പുള്ള് ജോസിൻ്റെ ബനിയനിൽ കുത്തിപ്പിടിച്ച് ഉയർത്തി. കാലുകൊണ്ട് ഒരു തടിക്കസേര നീക്കിയിട്ട് അതിലിരുത്തിയിട്ട് പിന്നിൽ നിലയുറപ്പിച്ചു. നിങ്ങൾക്കെന്നതാ വേണ്ടത്? ജോസ് വിശാഖനെ നോക്കി. അവൻ ഭയന്നു തുടങ്ങിയെന്ന് വിശാഖന് തോന്നി. ഒരു കസേര നീക്കിയിട്ട് അയാൾ അവനെതിരെ ഇരുന്നു. തീക്കോയ് ജോസ്. വിശാഖൻ വല്ലാതൊന്ന് ചിരിച്ചു. കളത്തിൽ കറിയയുടെ വലം കൈ. നിങ്ങൾക്കെന്നതാ വേണ്ടത്? ജോസ് ചോദ്യം ആവർത്തിച്ചു. കൊതുകിനെ അടിക്കുന്നത് പോലെ പുള്ള് കൈകൾ കൊണ്ട് അവൻ്റെ ഇരുചെകിടിലും ഒരടി കൊടുത്തു. മുറി വട്ടം കറങ്ങിയതുപോലെ ജോസിന് തോന്നി. ഒന്നടങ്ങട തീക്കോയി മോനെ, ഞങ്ങൾ 250 കിലോമീറ്റർ ഓടി വന്നതല്ലേയുള്ളൂ. വെളുക്കാൻ ഇനിയും സമയമുണ്ടല്ലോ. പുള്ള് ചെന്ന് ബാഗെടുത്ത് ടീപ്പോയിൽ വെച്ചു. പച്ചിരുമ്പിൻ്റെ കിലുക്കം ജോസ് തിരിച്ചറിഞ്ഞു. 1.5 അടി നീളമുള്ള ഒരു കത്തി പുള്ള് പുറത്തെടുത്തു. കത്തിമുന കൊണ്ട് താടിച്ചൊറിഞ്ഞ് അയാൾ ജോസിൻ്റെ പിന്നിൽ ചെന്ന് നിന്നു. നിങ്ങൾ എന്നതാ ചെയ്യാൻ പോകുന്നത്? ഞാൻ ചെയ്ത കുറ്റം പറ. അവൻ്റെ സ്വരം വിറച്ചു. പുള്ള് കത്തി അവൻ്റെ മൂക്കിന് താഴെ കുറുകെ പിടിച്ചു. ഒന്ന് മണത്തു നോക്ക്, ചോരയുടെ മണം കിട്ടുന്നില്ലേ? പുള്ള് വികൃതമായി ചിരിച്ചു. കത്തിയുടെ തണുപ്പും തുരുമ്പെടുത്ത ഗന്ധവും എല്ലാം ചേർന്ന കട്ടച്ചോരയുടെ മണം ജോസിന് അനുഭവപ്പെട്ടു. പുള്ള് കത്തി ജോസിൻ്റെ ബനിയനടിയിലേക്ക് കയറ്റി തുമ്പുയർത്തി. എന്നെ കൊല്ലരുത്. അത് നിന്റെ വാക്കുപോലെ ഇരിക്കും, വിശാഖനാണ് പറഞ്ഞത്. പുള്ള് അവൻ്റെ ബനിയൻ കീഴറ്റം വരെ പിളർത്തിക്കളഞ്ഞു. നാഭിയിൽ നിന്ന് മുകളിലേക്ക് കത്തി ഉരസിക്കയറ്റി. വേണ്ട, ജോസ് പരിഭ്രമിച്ചു. പുള്ള് കത്തി പിൻവലിച്ചു. 2 കപ്പ് കട്ടൻ കാപ്പിയുമായി പാപ്പിയും ലോനപ്പനും വന്നു. ലോനപ്പൻ്റെ മുഖത്തെ ഭയം തെല്ലൊന്ന് അയഞ്ഞിരുന്നു. കൊച്ചിനെയും കൊണ്ട് ഇവൻ ഇവിടെയാ സാറേ ആദ്യം വന്നത്. ഇവിടെ വന്നാണ് ഏതോ അനാഥാലയം നടത്തിപ്പുകാർ ആ കൊച്ചിനെ വിലയ്ക്ക് വാങ്ങിക്കൊണ്ടുപോയത്. ആർക്കാ വിറ്റതെന്ന് ലോനപ്പന് അറിയത്തില്ല, പാപ്പി പറഞ്ഞു. ജോസിൻ്റെ മുഖത്ത് സംഭ്രമം കണ്ടു. വിശാഖൻ ജോസിനെ ഉറ്റുനോക്കി കട്ടൻ ചായ മുത്തി കുടിച്ചു. അടുക്കളയിൽ എന്താ ഉള്ളതച്ചായ? കട്ടൻ തീർത്തിട്ട് പുള്ള് ചോദിച്ചു. വെടിയിറച്ചിയും ചപ്പാത്തിയുമുണ്ട്, ഉടനെ എടുക്കാം. മരുന്നൊന്നും ഇല്ലേ ലോനപ്പനണ്ണ? ഉണ്ട്, വാറ്റ. ലോനപ്പൻ വിക്കി വിക്കി പറഞ്ഞു. മതി, ഒരുത്തൻ്റെ ചങ്ക് കുത്തിപ്പൊളിക്കാനുള്ളതാ. അവർ അടുക്കളയിലേക്ക് പോയി. എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം സാറേ, പുള്ള് പറഞ്ഞു. ജോസിൻ്റെ കൃഷ്ണമണികൾ ചടുലമായി ചലിച്ചു. കാര്യങ്ങളുടെ ഏകദേശ രൂപം നിനക്ക് മനസ്സിലായി കാണുമല്ലോ.
ആലിങ്കൽ നിന്ന് കറിയയുടെ നിർദ്ദേശപ്രകാരം നീ എടുത്തുകൊണ്ടു പോയത് എൻ്റെ കുഞ്ഞിനെയാണ്. സംഭവിച്ച കാര്യങ്ങൾ ദീനാമ്മയും ഇപ്പോൾ ലോനപ്പനും പറഞ്ഞു കഴിഞ്ഞു. കുഞ്ഞിനെ തേടി പോലീസ് അന്വേഷണം നടക്കുന്ന കാര്യം നിനക്കറിയാമെന്നും ഞാൻ കരുതുന്നു. നിന്നെ ഞാൻ പോലീസിന് കൊടുക്കില്ല. അവരുടെ ചോദ്യം ചെയ്യലിന് പരിമിതികളുണ്ട്. നിനക്കവിടെ പിടിച്ചു നിൽക്കാനാവുമെന്ന് എനിക്കറിയാം. കറിയ നിന്നെ ഇറക്കിക്കൊണ്ടു പോവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. സത്യം എനിക്കറിയണം. വിശാഖൻ എഴുന്നേറ്റ് ജോസിൻ്റെ അടുത്തേക്ക് ചെന്നു. തലമുടിയിൽ വിരൽ കടത്തി കുത്തിപ്പിടിച്ച് ഉയർത്തി. എൻ്റെ കുഞ്ഞിനെ നീ ആർക്കാ വിറ്റത്? ജോസ് ശബ്ദിച്ചില്ല. നിനക്ക് പറയാതിരിക്കാനാവില്ല ജോസേ. സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ കൊണ്ട് ഞങ്ങൾ പോകും. കറിയ പോലും അറിയില്ല നിനക്കെന്താ സംഭവിച്ചതെന്ന്. നിന്റെ ശരീരത്തിലെ ഓരോ അവയവവും പിഴുതെടുത്തിട്ടാണേലും നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിക്കും. അയാളുടെ മുഖത്ത് നോക്കിയപ്പോൾ ജോസിൻ്റെ ഉള്ളു കിടുങ്ങി. ആ കൊച്ചിൻ്റെ അച്ഛനാണ് അയാളെന്ന് അവൻ ഊഹിച്ചു. എന്ത് ചെയ്യാനും അയാൾ മടിക്കില്ല. തൽക്കാലം സ്വരക്ഷയാണ് നോക്കേണ്ടത്. ഞാൻ പറയാം, പതുക്കെ ജോസ് പറഞ്ഞു. ഞങ്ങളെ കബളിപ്പിക്കാമെന്ന് കരുതരുത്. നിന്നെയും കൊണ്ടാവും ഞങ്ങൾ ഇവിടുന്ന് പോവുക. കുഞ്ഞിനെ കിട്ടിയാൽ നിന്നെ വെറുതെ വിടും. ദേവി മാതാ ഓർഫനേജിലുണ്ട് ആ കൊച്ച്. എവിടെയാ ആ ഓർഫനേജ്? അടിമാലിയിൽ. രാരീരം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നെലനാട് നോവൽസിന് വേണ്ടി സൽമ റോയ്സ്.